ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സാരി ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ചൂട് സമയമല്ലേ, ഞാൻ നോക്കിയപ്പോൾ ഒരു നല്ലൊരു കോട്ടൺ സാരി ഇരിപ്പുണ്ട് കേട്ടോ. നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ഒരു ലാവൻഡർ കളറും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിത് കുറേയായി ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് എടുക്കും, വീണ്ടും തിരിച്ച് വയ്ക്കും, സാരി ആയിട്ട് ഉടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വെച്ച് കൊടുത്തും ഇപ്പോൾ കൊല്ലങ്ങളായി അതവിടെ ഇരിക്കുന്നു. അമ്മയുടെ സാരിയാണ് കേട്ടോ. അപ്പം ഇനി എന്തായാലും മാറ്റി വയ്ക്കുന്നില്ല, എന്തായാലും തയ്ച്ചേക്കാമെന്ന് വിചാരിച്ചു. സാരിയായിട്ടൊന്നും ഉടുക്കൽ നടക്കില്ല നമുക്ക് ഈ രാവിലെയൊക്കെ പോകുമ്പോൾ. അപ്പം നമ്മൾ ലൈനിങ് ആദ്യം തേച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നല്ല എടുക്കുന്നത്, നമ്മൾ നേരെ തയ്ച്ച് ചുരിദാർ വെച്ചിട്ട് അളവെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വൃത്തിയായിട്ട് തയ്ച്ച്, അതായത് നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് എടുത്ത് ചെയ്ത ചുരിദാറായിരുന്നു ഇത്. അങ്ങനെ നമുക്ക് നല്ല അളവുണ്ടെങ്കിൽ നമ്മളത് നേരെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നേരെ അങ്ങ് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ എഡ്ജിൽ കൂടി അങ്ങ് അതേ ഷേപ്പിൽ അങ്ങ് വരച്ച് പോവുക. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഇതിൽ വരച്ച് പോവുക. ലൈനിങ് എപ്പോഴും നല്ല തുണിയിലും ഒരു 4 ഇഞ്ച് മുകളിലേക്ക് ഇട്ട് വേണം കേട്ടോ. അതുകൊണ്ടാണ് ലൈനിങ് കയറി നിൽക്കുന്നതും നല്ല തുണി ഇറങ്ങിക്കിടക്കുന്നതും. അപ്പോൾ നമ്മളിനി അതിൻ്റെ കൈക്കുഴിയൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇപ്പം മാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ അപ്പുറത്ത് കൂടി നമ്മൾ സ്വിങ് അലവൻസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. മാർക്ക് ചെയ്തെടുത്തുകൂടി വെട്ടരുത്, അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഇല്ലാണ്ട് പോവും. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് അളവിൽ മേളിൽ നിന്ന് താഴെ വരെ എടുക്കില്ല. ഒരു ഭാഗം വന്നു കഴിയുമ്പോൾ, ആ ഷേപ്പ് വന്നു കഴിയുമ്പോൾ നേരെ നമ്മൾ 1 ഇഞ്ചിലേക്ക് വന്നിട്ട് സ്ലിറ്റ് ഭാഗം വരെ 1 ഇഞ്ച് എടുത്ത് പോകും. മേളിൽ നിന്ന് 1.5 ആയിട്ട് വരും, താഴെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ 1 എടുക്കും. അവിടെ 1 മതി, അതിൽ കൂടുതലായാൽ നമുക്ക് മടക്കിടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ആ 1 നേരെ താഴേക്ക് വരെ ആ ഒരളവിൽ അങ്ങ് വരച്ചു കൊടുക്കുക. നമുക്ക് സ്ലിറ്റ് മടക്കിയെടുക്കാനുള്ള വശമാണിത്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. കണ്ടോ, ഇനി താഴെ ഭാഗം ഒന്ന് നമ്മൾ ലെവൽ ചെയ്ത് വെട്ടി കൊടുക്കുക. ഞാൻ ലൈനിങ് ഒന്ന് ലെവൽ ചെയ്തിട്ടില്ലായിരുന്നു, അപ്പോൾ താഴെ ഒന്ന് ലെവൽ ചെയ്ത് വെട്ടിയും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും നമുക്ക്. അപ്പം നമുക്ക് നല്ല നേരത്തെ നമ്മൾ അളവെടുത്ത് തയ്ച്ച് നമുക്കത് കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു ചുരിദാറാണെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മളത് ഇട്ട് നോക്കിയിട്ട് നമുക്കറിയാമല്ലോ നമുക്കത് കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലത് ചെയ്യണം. പക്ഷേ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ചങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇത്. 10 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാം. അപ്പം കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊടുക്കുവാണെങ്കിൽ എത്ര രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ എല്ലാവരും പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ എന്നാൽ അവരവരുടെ ചുരിദാർ, പഴയ സാരിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല തുണിയൊക്കെ മേടിച്ച് കട്ട് ചെയ്താൽ മതിയെന്നേ, നമ്മുടെ തന്നെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് ഞാൻ ആ സ്വിങ് അലവൻസ് ഇട്ട് രണ്ടാമത് വരച്ചില്ലേ, അവിടെ കൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ തന്നെ ആകുമ്പോൾ നമുക്ക് തയ്ച്ച് പേടിയൊക്കെ മാറുമല്ലോ. പിന്നെ നമുക്കൊരു വരുമാന മാർഗം ആക്കി എടുക്കാം. തയ്യലിങ്ങനെ പഠിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ തയ്ച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതൊരു ചെറിയ വരുമാന മാർഗവും ആകും. സ്റ്റിച്ചിങ് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല പൈസ കിട്ടുന്ന ഇത് തന്നെയാണ്. അപ്പം ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രേസിങ് വീലർ കൊണ്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. അതാകുമ്പോൾ അപ്പുറത്തും വന്നോളും, കണ്ടോ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുന്ന സമയത്ത് പിന്നെ മാർക്ക് വീണ്ടും അവിടെ അളവൊക്കെ എടുത്ത് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ ട്രേസിങ് വീൽ കൊണ്ട് അത് മാർക്ക് ചെയ്ത് പോയാലുണ്ടല്ലോ, ആ എല്ലാ തുണിയിലും ആ പാടങ്ങ് വന്നു പോകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴി ഒന്ന് ഇറക്കി വെട്ടണം, ഒന്നുകൂടി കുഴിച്ച് വെട്ടണമല്ലോ. അപ്പോൾ അതൊന്ന് കുഴിച്ച് വെട്ടുവാണ്. എന്നിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ചുരിദാറിലൊന്നും അത് കാണിച്ചില്ലായിരുന്നു. സാധാരണ ഞാൻ ടക്ക് ഇടാറുണ്ട് എൻ്റെ ചുരിദാറിൽ കേട്ടോ. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമാണമെന്നില്ല, പക്ഷേ ഇട്ടെന്നാൽ നല്ല കൈക്കുഴിയുടെ അവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അപ്പം ഞാനത് ഇടാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് അത് ഇട്ടെടുക്കാം.
അപ്പം ഞാൻ കൈയൊക്കെ ഒന്ന് കുഴിച്ച് കെട്ടിയിട്ട് ആ ടക്ക് മാർക്ക് ഫ്രണ്ടിൽ ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് മൂല ഭാഗത്തുനിന്ന് ഒരു 4 ഇഞ്ച് താഴേക്ക് ഇറക്കും. ഇതാണ് കേട്ടോ ഫ്രണ്ടിൽ ടക്ക്. അപ്പോൾ അത് 2 സൈഡും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് വെട്ടിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് വെട്ടാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി നമ്മൾ നല്ല തുണി എടുത്ത് അതുപോലെ തന്നെ 4 ആക്കി വിരിച്ചിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ നീളം ഒന്ന് അളക്കണം. കാരണം ലൈനിങ് നമ്മൾ 4 ഇഞ്ച് കുറച്ചാണല്ലോ ഇട്ടത്. അപ്പം നല്ല തുണിയിൽ നമ്മൾ ആ 4 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പം നീളം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ സാരിയൊക്കെ മടക്കിയിട്ടിട്ട് നമ്മളത് നേരെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിങ് അങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. 4 ഇഞ്ച് കൂട്ടി നമ്മുടെ കറക്റ്റ് ഇറക്കം വേണ്ടത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മുകളിലേക്ക് വരിക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ രീതിയിൽ നമ്മളിങ്ങ് ആ നല്ല തുണിയും വെട്ടി പോരുക. ഇത്രയേ ഉള്ളൂ. കണ്ടോ, പെട്ടെന്ന് കഴിയും. നമുക്ക് ഒരു അളവെടുക്കുകയോ ഒന്നും വേണ്ട, എല്ലാം പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്താണെന്നോ, ബാക്ക് ടെക്കാണ്. ഇതൊക്കെ മാർക്ക് ചെയ്ത് പോയാൽ പിന്നെ തയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കൊന്നും മാർക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട, പെട്ടെന്ന് എടുത്തിട്ട് തയ്ക്കാം. അപ്പം ഞാൻ ബാക്ക് ടെക്കും കൂടി, എല്ലാവരും ബാക്ക് ടെക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് ടെക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്ക് ടെക്ക് എല്ലാവരും നിർബന്ധമായിട്ട് ഇടണം. ബാക്ക് ടെക്ക് ഇട്ടാലേ നമുക്ക് നല്ല പെർഫെക്റ്റ്, നല്ല ഫിനിഷിങ്, നല്ലൊരു ഷേപ്പിലൊക്കെ ചുരിദാർ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ബാക്ക് ടെക്ക്. ഫ്രണ്ട് ടെക്ക് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പക്ഷെ ബാക്ക് ടെക്ക് നിർബന്ധമായിട്ട് എല്ലാവരും ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളത് ആ ലെവലിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കിട്ടി. കണ്ടോ, വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. കഴിഞ്ഞു, കട്ടിങ് കഴിഞ്ഞു. 10 മിനിറ്റ് പോലും വേണ്ട. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. ഇനിയിപ്പോൾ സ്ലീവ് ഉണ്ടല്ലോ, നമുക്ക് കസവ് വരുന്ന ഭാഗം, എനിക്ക് കസവ് വേണം അവിടെ സ്ലീവിൻ്റെ അവിടെ, പക്ഷെ അതപ്പോൾ വട്ടമായി പോകും തുണിയുടെ. അതുകൊണ്ട് ഞാനത് നീളത്തിൽ തന്നെ തുണി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. എനിക്ക് വട്ടം തുണി എടുത്താലേ നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടാവില്ല. തയ്ച്ച് തരുന്നവരൊക്കെ അങ്ങനെ തരും, പക്ഷേ നമുക്ക് ആ ഒരു ഫിനിഷിങ് നീളം തന്നെ തുണി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ നീളത്തിൽ തന്നെ, കൈ അത്രയും തുണി ഉണ്ടല്ലോ നമുക്ക്, കൈ കിട്ടും. അപ്പം ഞാൻ ഈ സാരിയിൽ നിന്ന് തന്നെ ഒരു ഷോളും സെറ്റാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ കസവ് ഭാഗം പർപ്പിൾ കളറ് കളയാൻ തോന്നിയില്ല. ഇതുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ, ഗ്രീനും പർപ്പിളും. അപ്പം ഞാൻ ആ പർപ്പിൾ വെച്ചിട്ട്, കസവ് ഭാഗം വെച്ചിട്ട് ഒരു ഷോള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ബോട്ടം നമുക്ക് വേറെ എന്തെങ്കിലും ലെഗിൻസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതിയല്ലോ, സിഗരറ്റ് പാൻറ്റോ പർപ്പിൾ കളർ ചെയ്താൽ മതി. അപ്പം ഞാൻ അതേപോലെ തന്നെ സ്ലീവും വെച്ചിട്ട് സ്ലീവിൻ്റെ എല്ലാ ഷേപ്പും ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ അളവ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയും വേണ്ട. സ്ലീവ് അങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടഞ്ഞ ഭാഗം ഈ സൈഡ് വെച്ചിട്ട് തുറന്ന ഭാഗത്ത് നമ്മൾ കണ്ടോ അങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. എന്നിട്ട് നമ്മൾ അതിനും തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം, ഇട്ട് കൊടുക്കണം കേട്ടോ. അവിടെ വെച്ച് കട്ട് ചെയ്ത് തയ്ക്കരുത്. തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ആ കൈയിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് വരച്ചിട്ട് ആ സ്ലീവും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കും. വേണ്ട. എന്നിട്ട് നമ്മൾ ആ കസവ് ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ വെക്കുന്നുണ്ട്, വേണ്ടാത്തവർക്ക് വേണ്ട, ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ഈ നല്ലൊരു കോമ്പിനേഷൻ കളറൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ വരും കേട്ടോ. എന്തെങ്കിലും ഒരു ഡിസൈൻ, ഇപ്പോൾ പർപ്പിളും കൂടി ആയതുകൊണ്ട്, നേരെ മറിച്ച് അവിടെ ഗ്രീൻ തന്നെ ആയിരുന്നെങ്കിൽ അത്ര ഒരു ഭംഗി ഉണ്ടാവത്തില്ലായിരുന്നു. ഇതൊരു പർപ്പിൾ ഷെയ്ഡ് ആയതുകൊണ്ട്, ഇത് ഈ വീഡിയോയിൽ ഈ കളർ ഇങ്ങനെ കാണുന്നത് ഈ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും കൂടി നല്ലൊരു കളറാണ്, ഗ്രീനും പർപ്പിളും ആയിട്ട്. ഇതിപ്പോൾ രാത്രി സമയം ആയതുകൊണ്ട് എന്തോ ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അത്ര കളർ എനിക്ക് ആ ഗ്രീനിൽ അത്ര കാണുന്നില്ല ഈ വീഡിയോയിൽ. അത്യാവശ്യം നല്ല കളറാണ്. അപ്പം ഞാനിത് ഷോള് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നടുക്ക് ഗ്രീൻ കൊടുത്തിട്ട് 2 സൈഡുമായിട്ട് ആ പർപ്പിളും ചെയ്താൽ വൃത്തിയായിട്ടിരിക്കുമല്ലോ. ഇനി ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് സ്റ്റിഫിലാണ് കേട്ടോ. നെക്ക് എല്ലാവരും തന്നെ, തുടക്കക്കാരാണെങ്കിൽ തന്നെയും സ്റ്റിഫിലങ്ങ് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നെക്കൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റിഫിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുത്തത്. സാധാരണ റൗണ്ട് നെക്കാണ് കേട്ടോ കട്ട് ചെയ്തത്.
കണ്ടോ? എന്നിട്ട് നമ്മൾ ആ ബാൻഡും കൂടി വെച്ച് കട്ട് ചെയ്യണം കേട്ടോ. അതാകുമ്പോൾ തെന്നിയൊന്നും പോകത്തില്ല. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് കളഞ്ഞ അതേ ഇതെടുത്തിട്ട് ആ ബാക്ക് നെക്കും കൂടി നമ്മൾ അതേ ഇതിൽ, ബാക്ക് നെക്ക് ഞാൻ അത്ര ഇറക്കുന്നില്ല കേട്ടോ, ഒരു 3.5-4 ഇഞ്ച് അത്രേ ഇറക്കുന്നുള്ളൂ. അങ്ങനെ ബാക്ക് നെക്കും വെട്ടിയെടുത്തു. ഇതിപ്പോൾ ഞാൻ ലൈനിങ് പീസിൽ നിന്ന് 2 കഷ്ണം എടുക്കുകയാണ്. നമുക്ക് ഈ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ച്ച് അടിച്ച് മറിക്കണമല്ലോ, അതിനുള്ള തുണിയാണ്. പിന്നെ ഇത് ഈ കസവ് ഇങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം നമുക്ക്, സ്ലീവിനും നെക്കിനും. പിന്നെ ഷോളിൻ്റെ ഒരു സൈഡ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടി വരും. ഒരു സൈഡേ ഉണ്ടാവുള്ളൂ, 2 സൈഡായിട്ട് അത് മുറിച്ചെടുത്തല്ലോ ഷോൾ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ആ കസവും വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ നെക്കൊന്ന് തയ്ച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ അയൺ ചെയ്ത് ഒട്ടിക്കുന്ന വശം ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഒട്ടിച്ചിട്ടില്ല, പക്ഷെ ഒട്ടിക്കുന്ന വശം തുണിയോട് തന്നെ ചേർത്ത് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് തയ്ച്ചൊക്കെ കഴിഞ്ഞ് തേക്കുമ്പോൾ അതവിടെ ഒട്ടി അതവിടെ ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തേക്കാത്തത് കേട്ടോ. നമുക്കിങ്ങനെ എന്തായാലും ചുറ്റിനും തയ്ച്ചൊക്കെ എടുക്കണം. അപ്പം അതവിടെ ഒട്ടിയൊക്കെ ഇരുന്നോളും, പോകത്തൊന്നുമില്ല. പിന്നെ ബാൻഡ് വെച്ച് വെട്ടുന്നത് കൊണ്ട് നമുക്ക് ഒട്ടിച്ചൊന്നും തയ്ക്കേണ്ട തേച്ചൊന്നും തയ്ക്കേണ്ട കാര്യമില്ല. അതവിടെ കറക്റ്റായിട്ട് വന്നോളൂ. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു നോച്ചിട്ടൊക്കെ കൊടുക്കുവാണ്. അതേപോലെ തന്നെ ബാക്ക് നെക്കും നമ്മളൊന്ന് റെഡിയാക്കി വെച്ചു. എന്നിട്ട് അതും ഒന്ന് മടക്കി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെച്ചു. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ എടുക്കും. ഫ്രണ്ട് പോർഷൻ തുണി എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ട് പോർഷനിലേക്ക് ലൈനിങ് അടിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന്, ലൈനിങ് അടിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ കസവ് വെച്ചിട്ട് നെക്കൊന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ലൈനിങ് കൂടി വെച്ചിട്ട് അടിക്കാൻ നിന്നാണ്ടല്ലോ, ലൈനിങ് ചുരുങ്ങുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുങ്ങിയൊക്കെ പോകുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഡിസൈനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ യോക്ക് പോർഷനൊക്കെ ഒന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുണിയിൽ ആ കസവ് ഭാഗം അടിച്ച് വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് അകത്തിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അതാകുമ്പോൾ ലൈനിങ് ചുരുങ്ങിപ്പോയാലും നമുക്ക് വൃത്തികേടായൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ലൈനിങ് ഒരു വാഷ് കഴിയുമ്പോൾ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ കുടുങ്ങിയൊക്കെ നിൽക്കും അത്. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ആ നെക്കിലേക്ക് കസവൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കുവാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, കസവ് 1-2 വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. വലിയ ഡിസൈനിങ്ങുമായിട്ടൊന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ ലൈനിങ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇനി അതിലേക്ക് ലൈനിങ് വെച്ചിട്ട് അകത്ത് വെച്ചിട്ട് കഴുത്തങ്ങ് മറിച്ചടിച്ചാൽ മതി. ഇപ്പം ഞാൻ തുണി മറിച്ചിട്ടിട്ട് അകത്തേക്ക് ലൈനിങ് 4 വശവും പതിപ്പിച്ച് അടിക്കുവാണ്. ചുറ്റിനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം അടിക്കില്ല, അടിഭാഗം കുറച്ച് വിട്ടിട്ട് നമ്മൾ മടക്കി അവിടെ അടിക്കണമല്ലോ. അപ്പോൾ ദേ നോക്കിക്കോണേ, താഴെ വരെ ഏറ്റവും അറ്റം വരെ അടിക്കില്ല കേട്ടോ. ഒരു 3-4 ഇഞ്ച് മുകളിൽ നിർത്തിയിട്ട് കണ്ട അവിടെ നിന്ന് ഇതാക്കി എടുക്കും. എന്നിട്ട് അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ നിർത്തിയിട്ട് നമ്മൾ ആ താഴെ വശം ഇങ്ങനെ മടക്കി എടുക്കണമല്ലോ, അതിനാണ് നമ്മൾ ആ 4 ഇഞ്ച് വെച്ച് നിർത്തുന്നത് കേട്ടോ. എന്നിട്ട് മടക്കി എടുത്തിട്ട് നമ്മൾ ആ കൈക്കുഴി, ഇത് ഫ്രണ്ട് പോർഷനാണല്ലോ, അപ്പോൾ കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല തുണിയിൽ അതിങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. കണ്ടോ? ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അതിനു മുമ്പ് ഞാൻ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ടക്ക് ഒരു 4 ഇഞ്ച് എടുത്ത് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് 2 മൂലയിലും കൈക്കുഴിയുടെ അവിടെ നിന്ന്. അതങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്യുവാണ് കേട്ടോ. ഇത് ഇടണം എന്നുള്ളവർക്ക് ഇടാം കേട്ടോ, പക്ഷേ ഇത് നമ്മൾ ഒരു പ്രാവശ്യം തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇടണമെന്ന് തോന്നും. കാരണം ആ ഭാഗത്ത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇത്തിരി ബ്രസ്റ്റൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പരന്നൊന്നും ഇരിക്കത്തില്ല, നല്ലൊരു ഷേപ്പൊക്കെ കിട്ടും ആ ഭാഗത്ത്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് നെക്ക് അറ്റാച്ച് ചെയ്യുവാണ്. കണ്ടോ? എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് സാധാരണ അടിക്കുമ്പോൾ നല്ല തുണിയിൽ അടി വരരുത്, ഓരോ അടിപ്പോൾ നല്ല തുണി വരരുത് കേട്ടോ, ലൈനിങ്ങിലാണ് വന്നത്. എന്നിട്ട് അത് അടിച്ച് നമ്മൾ മറിച്ചിട്ട് അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഫ്രണ്ട് പോർഷൻ്റെ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. എന്ത് എളുപ്പമാണല്ലേ, കണ്ടോ? എന്നിട്ട് ഇതേപോലെ നമ്മൾ ബാക്ക് അടിക്കാനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല തുണിയുടെ അകം വശത്തേക്ക് ലൈനിങ് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് അതേപോലെ തന്നെ ചുറ്റിനും 3 വശമാണ്. താഴെ അടിക്കില്ല, താഴെ നമുക്ക് ഒരു 4-3 ഇഞ്ച് മേളിലേക്ക് ഇട്ടിട്ട് അടി മടക്കി തയ്ക്കേണ്ടതാണ്. അതുകൊണ്ടാണ് താഴെ അടിക്കുന്നില്ല.
എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഈ നമ്മുടെ നെക്ക് പോർഷൻ വെച്ചിട്ട് അകത്തേക്ക് മറിച്ച് നമ്മൾ നെക്ക് എടുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കും കഴിഞ്ഞു. അപ്പോൾ തുടക്കക്കാരൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ചുരിദാറൊക്കെ തയ്ക്കാൻ പഠിക്കുന്നവരൊക്കെ, പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ ഇതൊക്കെ എക്സ്പേർട്ടായിരിക്കും. എന്നാലും അറിയാത്തവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം. എന്നാൽ ഞാൻ ബാക്കിൽ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക് ടക്ക്, ഫ്രണ്ട് ടക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ബാക്ക് ടക്ക് നിർബന്ധമായിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ഷേപ്പൊക്കെ ഇട്ടിട്ടുള്ളൂ. ഫ്രണ്ടിനേൽ നമുക്ക് ബാക്കിലൊരു പിടുത്തം അവിടെ വരണം, എന്നാലേ അതൊരു ഭംഗിയാവുള്ളൂ. എന്നിട്ട് നമ്മൾ 2 ഷോൾഡറും കൂടി ഫ്രണ്ടും ബാക്കും ഒന്ന് അറ്റാച്ച് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്ലീവ് അടിക്കുകയാണ്. സ്ലീവ് ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരടിപ്പ് അകത്തുനിന്ന് പുറത്തേക്ക് നല്ല വശത്തേക്കാണ് കേട്ടോ ഒരടിപ്പ് അടിച്ചത്. എന്നിട്ട് ആ നല്ല വശത്തേക്ക് നമ്മൾ ആ കസവ് വെച്ച് കൊടുക്കുമ്പോൾ ആ അടിപ്പൊക്കെ ഉള്ളിൽ തുണി പൊയ്ക്കോളുമല്ലോ. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുറേ കട്ടിയായിട്ട് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. അകത്തുനിന്ന് ചീത്ത വശത്ത് നല്ല വശത്തേക്ക് ഒരടിപ്പ് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ കസവെടുത്ത് ചുറ്റിനും ഒന്ന് അടിച്ചു വയ്ക്കും. ഇത്രയേ ഉള്ളൂ. ഉണ്ടോ? എന്നിട്ട് നമ്മൾ ആ സ്ലീവ് ഉണ്ടല്ലോ, കൈ ഒന്ന് കുഴിച്ചൊക്കെ വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്രണ്ട് പോർഷനിലേക്ക് കുഴിച്ച് വെട്ടിയ ഭാഗം വരത്തക്ക വിധത്തിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യും കേട്ടോ. ഞാനിതിപ്പോൾ എടുത്തു വന്നപ്പോഴേ ആ ക്ലിപ്പ് പോയെന്ന് തോന്നുന്നു, ഡിലീറ്റായി പോയെന്ന് തോന്നുന്നു. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിൽ നിന്ന് ആ സ്ലിറ്റ് പോർഷൻ വരെ സൈഡ് ഒന്ന് അടിച്ചു കൂട്ടിയിട്ട് സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കുവാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അറിയാത്തവരൊന്ന്, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചുരിദാറിൻ്റെ, അത് ഇത്തിരി ലോങ് വീഡിയോ ആണ്. ഇത് വീഡിയോയ്ക്ക് നീളം കൂടണ്ടല്ലോ എന്ന് ഓർത്താണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ചുരിദാർ വൃത്തിയായിട്ട് തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, ഇതിപ്പോൾ സാരിയാണെന്ന് പറയത്തും കൂടിയില്ല. നമ്മൾ കളയേണ്ട, വെറുതെ അലമാരിയിൽ ഇരിക്കുന്നൊരു സാരിയായിരുന്നു. പിന്നെ അതുമല്ല കോട്ടൺ സാരിയാണ്. അപ്പോൾ ഇപ്പോൾ ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകം പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ, ആരും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഞാൻ സാരി ഉണ്ടോയെന്ന് തപ്പട്ടെ. വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ എനിക്കറിയാവുന്ന അറിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ശരി എന്നാലേ.